+1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വിദ്യാർത്ഥി സംഘടനകളുടെ വ്യാപക പ്രതിഷേധം. തിരുവനന്തപുരത്തും കൊല്ലത്തും KSU മാർച്ചിൽ സംഘർഷമുണ്ടായി. നിയമസഭാ മാർച്ചിന് നേരെ 3 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മലപ്പുറത്ത് SFI കളക്ടറേറ്റ് മാർച്ച് നടത്തി. മലപ്പുറത്തും കോഴിക്കോട്ടും ഹയർ സെക്കൻഡറി മേഖലാ ഉപഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ച് KSU MSF പ്രവർത്തകർ പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. വയനാട്ടിലും MSF പ്രവർത്തകർ പ്രതിഷേധിച്ചു. നാളെ KSU വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദും ഷഹദ് റഹ്മാനും വിശദാംശങ്ങളുമായി. ആദ്യം അലക്സ് റാം മുഹമ്മദിലേക്ക്. അലക്സ്, ഇന്നിപ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തും പ്രധാനമായി KSUവിന്റെ പ്രതിഷേധം അതൊരു സംഘർഷാവസ്ഥയിലേക്ക് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇന്ന് ഏത് തരത്തിലായിരുന്നു തലസ്ഥാനത്ത് ഉൾപ്പെടെ KSUവിന്റെ പ്രതിഷേധം? അനുജ, മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി സർക്കാരിനെതിരെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി പ്രതിപക്ഷം ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളതിന്റെ സൂചനകളാണ്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും തെരുവിൽ സമരത്തിലേക്ക് നീങ്ങിയതിന്റെ പ്രധാനപ്പെട്ട കാര്യമായി തെളിയിക്കുന്നത് അതുതന്നെയാണ്. ഇന്ന് നിയമസഭയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട KSU മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി പെട്ടെന്ന് പരിഹരിക്കേണ്ടതുണ്ട് എന്ന് KSU ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചതുമായി ബന്ധപ്പെട്ട്, അതായത് വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് ഔദ്യോഗിക പരിപാടിക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തെ അപ്രതീക്ഷിതമായി കരിങ്കൊടി കാണിച്ചു KSU പ്രവർത്തകർ. പോലീസ് പോലും അറിഞ്ഞിരുന്നില്ല അത്തരമൊരു നീക്കം KSU പ്രവർത്തകർ നടത്തുമെന്നുള്ളത്. ആ സമരത്തെ തുടർന്ന് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനെ പോലീസ് നെയ്യാറിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കന്റോൺമെന്റ് പോലീസ് എത്തി അദ്ദേഹത്തെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ കൂടിയുള്ള പ്രതിഷേധമാണ് KSUവിന്റെ ജില്ലാ കമ്മിറ്റി ഇന്ന് നിയമസഭാ മാർച്ചിലൂടെ നടത്തിയത്. അവർ പറയുന്നത് ഈ വിഷയം പരിഹരിക്കാതെ, അതായത് +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാതെ അതിനെതിരെ നടക്കുന്ന സമരങ്ങളെ അടിച്ചമർത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് KSU ആരോപിക്കുന്നത്. അത് ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഏതാണ്ട് 1 മണിയോടെയായിരുന്നു ആ സമരം ആരംഭിക്കുന്നത്. നല്ല മഴയത്തായിരുന്നു സമരം തുടങ്ങുന്നത്. സമരം തുടങ്ങി പ്രവർത്തകർ നിയമസഭയിലേക്ക് എത്തി നിയമസഭയ്ക്ക് മുന്നിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് സമരത്തെ തടഞ്ഞു. ആ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി. വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ സമരത്തിന്റെ ഭാഗമായി. തുടർന്ന് പോലീസ് ഈ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. 3 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ പ്രവർത്തകർ അതിനു മുന്നിലിരുന്ന് പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തുകയായിരുന്നു. KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അദേഷ് സുധർമ്മനാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമരം അടിച്ചമർത്താൻ എത്ര ശ്രമം നടത്തിയാലും ഈ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണം. അത് പരിഹരിക്കുന്നതുവരെ KSU തെരുവിൽ തുടരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സമാനമായ സമരമാണ് കൊല്ലത്തും നടന്നത്. കൊല്ലത്ത് കളക്ടറേറ്റിലേക്ക് നടന്ന സമരം KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവരാണ് ഉദ്ഘാടനം ചെയ്തത്. അലോഷ്യസ് സേവറും സമാന വിഷയം പറഞ്ഞിരുന്നു. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സർക്കാർ ഇന്ന് പ്രത്യേകിച്ച് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുന്നുണ്ട്. അത് നിയമസഭയിൽ നൽകുന്നുണ്ട്. അതല്ലാതെ തന്നെ മാധ്യമങ്ങളോടൊക്കെ മന്ത്രി കണക്കു നിരത്തിയുള്ള വിശദീകരണം നൽകുന്നുണ്ട്. പക്ഷേ സംഘടനകൾ, പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത് മന്ത്രി പറയുന്ന കണക്കല്ല വസ്തുത, വാസ്തവം മറ്റൊന്നാണെന്നാണ് അവർ പറയുന്നത്. ഈ SSLCക്ക് മുഴുവൻ സീറ്റിലും A+ ലഭിച്ച വിദ്യാർത്ഥികൾ അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുക്കാൻ സാധിക്കാതെ പുറത്തു നിൽപ്പുണ്ട്. ഇന്ന് +1 ക്ലാസ് തുടങ്ങിയ ദിവസമാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവർക്ക് അഡ്മിഷൻ കിട്ടാതെ അവർ ഇപ്പോഴും പുറത്തു നിൽക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറത്ത് അത് കൂടുതലാണെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ആ വാസ്തവം തിരിച്ചറിയാൻ മന്ത്രി തയ്യാറാകണമെന്ന് പറയുന്നു. അതുതന്നെ SFIയും പറഞ്ഞ് സമരരംഗത്ത് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും ഈ സമരം തുടരും. ഈ വിഷയം പരിഹരിക്കും വരെ സമരം തുടരും. മന്ത്രിയെ തടയും എന്നൊക്കെ തന്നെയാണ് KSU. നാളെ KSU വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറത്തേക്ക് കൂടി പോകുന്നു.